ഹായ് സ്റ്റുഡൻസ്, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം 2 പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മെറ്റൽ ഏജിലേക്കാണ് പോകുന്നത്. സ്റ്റോൺ ടു മെറ്റൽസ്, സ്റ്റോണിൽ നിന്നും മെറ്റലിലേക്കുള്ള മാറ്റം. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ കുറേ ടൂൾസിൻ്റെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ദ ഹ്യൂമൻസ് ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കോപ്പർ ആയിരുന്നു ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച മെറ്റൽ. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻ. ദ പീരീഡ് വെൻ ഹ്യൂമൻ യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽ ഈസ് കാൾഡ് മെറ്റൽ ഏജ്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ടൂൾസും വെപ്പനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് മെറ്റൽ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തെ മെറ്റൽ ഏജ് എന്ന് വിളിച്ചിരുന്നു. Since copper was not strong enough for tilling the soil and cutting tree, they mixed copper and tin to make harder and stronger alloy called bronze. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു മെറ്റലായിരുന്നു. അതുകൊണ്ട് നില ഒഴുകുന്നതിന് അത് കണക്ക് തന്നെ മരമൊക്കെ മുറിക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഈ കോപ്പറും അതേ കണക്ക് ടിന്നും കൂടെ മിക്സ് ചെയ്ത് സ്ട്രോങ്ങറായിട്ടുള്ള പുതിയൊരു മെറ്റൽ കണ്ടുപിടിച്ചു. ഏതാണ്? ബ്രോൺസ് വെങ്കലം എന്ന് പറയുന്ന പുതിയൊരു മെറ്റൽ കണ്ടുപിടിച്ചു. ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെയർ യൂസ്ഡ് ആസ് നോൺ ആസ് ബ്രോൺസ് ഏജ്. അപ്പം ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അത് എനിക്ക് വെപ്പൺസും ടൂൾസും ഒക്കെ ബ്രോൺസ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ആ കാലഘട്ടത്തെ ബ്രോൺസ് ഏജ് എന്ന് വിളിച്ചു. With the use of bronze tools, there occurred significant changes in human life. അപ്പോൾ ബ്രോൺസിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ബ്രോൺസ് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കി. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് ദ അഗ്രികൾച്ചർ ലാൻഡ്. അപ്പം കൃഷി എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്യാൻ, വികസിപ്പിക്കുന്നതിന് അവരെ സഹായിച്ചു. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പോൾ കൃഷി വ്യാപകമായതോടുകൂടി എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ ഉൽപ്പാദനം വർദ്ധിച്ചു. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? സാധനങ്ങളുടെ എക്സ്ചേഞ്ച്, സാധന കൈമാറ്റ വ്യവസ്ഥ നിലവിൽ വരികയും എന്ത് ചെയ്തു? ഡെവലപ്മെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് മാർക്കറ്റ് പോലുള്ള പ്ലേസുകൾ ഉത്ഭവിക്കുകയും ചെയ്തു. ദ സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോർഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്തു? സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് സാധനങ്ങൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടി എന്ത് ചെയ്തു? പ്ലേസുകൾ ഉണ്ടാവുകയും അത് സിറ്റികളിലേക്കും ടൗണുകളിലേക്കും ഉത്ഭവത്തിലേക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ബ്രോൺസിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അടുത്തതാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. യു ഹാവ് സീൻ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് ഇൻ ബ്രോൺസ് ഏജ്. അപ്പോൾ ബ്രോൺസിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. As a result of the changes in Bronze Age, civilization were formed centered around the cities. Let us become familiar with the Bronze Age civilizations. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെയധികം സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. ഈ സംസ്കാരങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഏതൊക്കെയെന്ന് നോക്കിയേ. മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻസ്. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ്, ഹാരപ്പൻ, ചൈനീസ്. ഇപ്പോൾ ഇവിടെ നോക്കി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ മാപ്പ് 1 ആൻഡ് ഐഡൻറ്റിഫൈ ദ റിവർ വാലി വെയർ ദ മേജർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഡെവലപ്പ്. അപ്പോൾ ഈ മേജർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എല്ലാം നദീതീരങ്ങളിലാണ് ഉത്ഭവിച്ചത്. ഏതൊക്കെ നദീതീരങ്ങളിലാണ് ഏതൊക്കെ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നത്? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദീതീരത്താണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ നൈൽ നദിയുടെ തീരത്തായിരുന്നു. ഹാരപ്പ, ഇൻഡസ്, ചൈനീസ്, ഹയാഹോ. അപ്പോൾ ഇത്രയും സംസ്കാരങ്ങൾ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എല്ലാം തന്നെ നദീതീരങ്ങളിലാണ് ഉത്ഭവിച്ചിരുന്നത്.
വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലി? എന്തുകൊണ്ടാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് റിവർ വാലിയിലാണ് ഉത്ഭവിച്ചിരുന്നത്? എന്തുകൊണ്ടൊക്കെയായിരുന്നു? ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ സോയിലുള്ള പ്രദേശമായിരുന്നു. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, കൃഷിക്ക് എപ്പോഴും എന്താവശ്യമാണ്? ജലസേചനം ആവശ്യമാണ്. അപ്പം ജലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് അവിടെ താമസിച്ചിരുന്നു. ഫേവറബിൾ ക്ലൈമറ്റ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ക്ലൈമറ്റ്, ഇതൊക്കെ നദീതീരങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ആദിമ മനുഷ്യൻ സംസ്കാരങ്ങൾ നദീതീരങ്ങളിൽ ആക്കിയത്. ഫസ്റ്റ് നോക്കിയേ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ബിറ്റ്വീൻ വിച്ച് റിവർ മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്? മെസപ്പൊട്ടോമിയ ഏത് നദീതീരങ്ങളിലാണ് രൂപം കൊണ്ടത്? ഏതൊക്കെ നദീതീരങ്ങൾ? മെസപ്പൊട്ടോമിയ യൂഫ്രട്ടീസ് എന്നും ടൈഗ്രീസ് എന്നും രണ്ട് നദിയുടെ ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്തത്. ദ വേഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, നദികൾക്കിടയിലുള്ള ലാൻഡ് എന്നാണ് മെസപ്പൊട്ടോമിയെ അറിയപ്പെട്ടത്. The region lies between the Euphrates and Tigris river. The region presently the part of Iraq. ഇന്ന് ഇതെന്ന് പറയുന്നത് ഇറാഖിൻ്റെ ഭാഗമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ വിച്ച് വെയർ സുമേറിയൻസ്, ബാബിലോണിയൻസ്, അസീറിയൻസ് ആൻഡ് ചാൽദിയൻസ്. ഈ 4 സംസ്കാരങ്ങൾ ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയാം. അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. Sumerians were the first people who contributed to the development of urban life in Mesopotamia. അപ്പോൾ ഒരു സെറ്റിൽഡ് ലൈഫ് ആദ്യമായിട്ട് മെസ്സപ്പൊട്ടോമിയയിൽ തുടങ്ങിയത് സുമേറിയൻസ് ആയിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദി മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻസ്. മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സിറ്റികൾ ഉറഖ്, ലാങ്കാഷ് ആൻഡ് സോവോൺ. ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റീസ്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പൊട്ടേമിയ വാസ് നോൺ ആസ് ക്യൂണിഫോം. അവരുടെ റൈറ്റിങ്സ്, എഴുത്ത് വിദ്യയെ അറിയപ്പെട്ട പേരാണ് ക്യൂണിഫോം. ദ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ്. അപ്പോൾ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു? ദ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. സുമേറിയക്കാരായിരുന്നു ഈ സ്ക്രിപ്റ്റ്. അപ്പോൾ മെസ്സപ്പൊട്ടോമിയ സംസ്കാരത്തിൽ തന്നെ സുമേറിയൻസ് ആണ് ക്യൂണിഫോം ലിപി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്പ്ഡ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇപ്പോൾ വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള പിക്ചർ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഏത്? ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ക്ലേ, അപ്പം മണ്ണിലാണ് ഉണക്കിയാണ് അവരത് സൂക്ഷിച്ചിരുന്നത്. ദേ യൂസ്ഡ് ആസ് എ പോയിൻ്റർ റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. കൂർത്ത മുനകൾ ഉപയോഗിച്ചുള്ള ഇത് വെച്ചാണ് എന്ത് ചെയ്തത്? ഇവർ എഴുതിയിരുന്നത്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസ്സപ്പൊട്ടോമിയൻസ്. മെസ്സപ്പൊട്ടോമിയയുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയാണ്? സയൻസ് ആൻഡ് മാത്തമെറ്റിക്സിന്, ശാസ്ത്രത്തിലും ഗണിതത്തിലും ഒക്കെ അവർ ഒരുപാട് സംഭാവനകൾ നൽകി. ലൂണാർ കലണ്ടർ, അല്ലേ? ലൂണാർ കലണ്ടർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. അവർ എന്ത് ചെയ്തു? ദിവസങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ഗുണനവും ഹരണവും ഒക്കെ ആരുടെ സംഭാവനയാണ്? മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. ലോസ് വാസ് കോഡിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സുമേറിയൻ റൂളർ ഡുങ്കി. അപ്പം ആദ്യമായിട്ട് നിയമസംഹിത കോഡിഫൈഡ് ചെയ്തത് മെസ്സപ്പൊട്ടോമിയ അല്ലെങ്കിൽ സുമേറിയൻ റൂളറായിട്ടുള്ള ഡുങ്കിയുടെ കാലത്ത് ആയിരുന്നു. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് റിവൈസ്ഡ് ഫോം ഓഫ് ദിസ് ലാസ. ഈ ഇതെന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ നിയമത്തിൻ്റെ ഒരു റിവൈസ്ഡ് ഫോം ആയിരുന്നു. ഏതെന്ന് പറയുന്നത്? സുമേറിയൻ കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത്. എന്താണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് നോക്കാം. This is the code of law that existed during the reign of the Babylonian ruler Hammurabi. It is considered to be the oldest written code law in the world. അപ്പം ഹമ്മുറാബി എന്ന് പറയുന്നത് ദ കോഡ് ഓഫ് ലോ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ബാബിലോണിയൻ റൂളർ ആയിട്ടുള്ള ഹമ്മുറാബിയുടെ കാലത്ത് നിലനിന്നിരുന്ന സംഹിതയ്ക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് വിളിക്കുന്നത്.
ഇതെന്ന് പറയുന്നത് ഒരു എഴുതപ്പെട്ട ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് തന്നെ ഏറ്റവും പഴക്കം ചെയ്ത ഒരു നിയമസംഹിതയായിരുന്നു. ദ മെത്തേഡ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് ആൻ ഐ ഫോർ ആൻ ഐ, എ ടൂത്ത് ഫോർ ടൂത്ത് കം ഫ്രം ദിസ് കോഡ്. ഇതിൽ നിന്നാണ് കണ്ണിന് കണ്ണ്, അത് കണക്ക് പല്ലിന് പല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കുറ്റമാണോ നമ്മൾ ചെയ്തത്, കൈ കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്തു, ആ കൈക്ക് പകരം കൈ തന്നെ എടുക്കുക, അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണ് തന്നെ എടുക്കുക എന്നുള്ളൊരു നിയമസംഹിതയാണ് ആരുടെ, ഹമ്രാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഓക്കെ, സിഗുറാറ്റ്സ്. ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓഫ് ദി മെസ്സപ്പൊട്ടേമിയൻസ് വെയർ നോൺ ആസ് സിഗുറാറ്റ്സ്. അപ്പം മെസ്സപ്പൊട്ടേമിയൻസിൻ്റെ വർഷിപ്പ് പ്ലേസിനെയാണ് സിഗുറാത്തുകൾ എന്ന് വിളിക്കുന്നത്. ദിസ് പ്ലേസ് ഓഫ് വർഷിപ്പ് വെയർ മെയിൻലി ബിൽറ്റ് ഇൻ സിറ്റീസ്. അപ്പോൾ സിറ്റികളിലാണ്. നോക്കി ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരാധനാലയം എന്ന് പറയും. അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയമാണ് സിഗുറാറ്റ്സ്. ദേ വെയർ മെയ്ഡ് ഓഫ് ബ്രിക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ദ സിഗുറാറ്റ്സ് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. അപ്പോൾ ഉർ എന്ന് പറയുന്ന സിറ്റിയിലുള്ള സിഗുറാറ്റ് ഇന്ന് നിലനിൽക്കുന്നു. അവരിന്ന് സംരക്ഷിച്ച് പോകുന്നതാണ്. പ്രസൻറ്റ് ഇറാഖിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നോക്കിയ രണ്ടാമത്തെ സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഏതാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. യു ഹാവ് സീൻ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ നൈൽ വാലി. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത് ഏത് നദീ തീരത്താണ്? നൈൽ തീരത്താണ്. നൈൽ നദിയുടെ തീരത്താണ്. ദ മെയിൻ സിറ്റി ഓഫ് ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ. കെയ്റോയായിരുന്നു പ്രധാനപ്പെട്ട സിറ്റി. ദ ഈജിപ്ഷ്യൻ കിങ്സ് വെയർ നോൺ ആസ് ഫറോവോസ്. ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവുകൾ എന്ന് വിളിച്ചിരുന്നു. ദ മെയിൻ ഫീച്ചർ ഓഫ് ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് പിരമിഡ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പിരമിഡുകളായിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി പീപ്പിൾ. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രോ അബണ്ടലി ഇൻ ദി നൈൽ റിവർ ബേസിൻ. അപ്പോൾ അവരുടെ കൃഷി ഉപജീവന മാർഗമാക്കി. അതുപോലെ തന്നെ വീറ്റും ബാർലി അങ്ങനെയുള്ള ക്രോപ്സുകൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരുന്നു. അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സിവിലൈസേഷൻ ഇൻ നൈൽ വാലി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കാൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അപ്പോൾ കൃഷി ആവശ്യമായിട്ട് വളരെയധികം ഈജിപ്തിനെ സഹായിച്ചത് നൈൽ നദിയായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് വിളിച്ചിരുന്നത്. Pyramids, which are the tombs of pharaohs, are the main feature of the Egyptian civilization. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ഫറോവമാരുടെ, രാജാക്കന്മാരുടെ ടോംസ്, ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡായിരുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളതുമായിട്ടുള്ള പിരമിഡ്. മമ്മീസ്. ഈജിപ്ഷ്യൻസ് ഹാഡ് ദ സിസ്റ്റം ഓഫ് പ്രിസർവിങ് ദ ഡെഡ് ബോഡീസ് ബൈ എംബാൽജിങ് ഇറ്റ് വിത്ത് പെർഫ്യൂം. എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് മമ്മി. അപ്പം ഡെഡ് ബോഡീസ് എന്ത് ചെയ്തു? സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി സൂക്ഷിച്ചിരുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഇടയിൽ നിലനിന്നിരുന്നു. ഇങ്ങനെ സൂക്ഷിച്ചിരുന്ന ഡെഡ് ബോഡിയെ വിളിക്കുന്ന പേരാണ് മമ്മി. Among these most famous mummy of Pharaoh ഈസ് തുത്തൻഖാമാൻ. തുത്തൻഖാമാൻ്റെ എന്താണ് മമ്മിയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മമ്മി. ഇവർ സൂക്ഷിച്ചിരുന്ന മമ്മി എന്ന് പറയുന്നത്. സച്ച് മമ്മീസ് വെയർ കെപ്റ്റ് ഇൻസൈഡ് ദ പിരമിഡ്സ്. ഈ പിരമിഡിനുള്ളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ആർട്ട് ഓഫ് റൈറ്റിംഗ് എസിസ്റ്റഡ് ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസ്സപ്പൊട്ടോമിയ. മെസ്സപ്പൊട്ടോമിയയിലെ പോലെ തന്നെ ഇവിടെയും ഈജിപ്തിലും റൈറ്റിങ്സ് നിലനിന്നിരുന്നു. ഈ റൈറ്റിങ്സിനെ ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദി ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് ദ സേക്രഡ് റൈറ്റിങ്സ്. സേക്രഡ് പുണ്യമായിട്ടുള്ള എഴുത്ത് വിദ്യ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദി സ്ക്രിപ്റ്റ് വാസ് ദ കോമ്പിനേഷൻ ഓഫ് ദി സൈൻ ആൻഡ് ലെറ്റേഴ്സ്. സൈനുകളും ലെറ്ററുകളും കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇത് എഴുതിയിരുന്നത്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് തന്നെയാണ് ഇതും എഴുതിയിരുന്നത്.
അച്ചീവ്മെൻറ്റ് ഇൻ സയൻസിലെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ നോക്കിയേ. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്തിൽ മാത്തമാറ്റിക്സിലും അത് കണക്ക് തന്നെ മെഡിക്കൽ സയൻസിലും ഒക്കെ വളരെയധികം അഡ്വാൻസ്മെൻറ്റ് അവർ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈജിപ്ഷ്യൻസ് ലേഡ് ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്തമാറ്റിക്സിലെ ജോമെട്രിയുടെ കണ്ടുപിടുത്തവുമൊക്കെ ഇവരാണ് നടത്തിയിരുന്നത്. ഇൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ വെയർ എയ്തർ കോൺട്രിബ്യൂഷൻ. ദർ സോളാർ കലണ്ടർ കൺസിസ്റ്റഡ് of the 12 month of 30 days each and added 5 days to complete the year 365 days. അപ്പം 30 ദിവസങ്ങളുള്ള 12 മാസവും 5 ദിവസം അഡീഷണലായിട്ട് 365 ദിവസങ്ങൾ ഉൾപ്പെടുത്തിയ സോളാർ കലണ്ടറാണ് അവർ ഉപയോഗിച്ചിരുന്നത്. നോക്കിയ അടുത്തത് ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് എലോങ് ദ ബാങ്ക്സ് ഓഫ് ദി റിവർ ഹൊയാഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് സിവിലൈസേഷൻ ആസ് വെൽ. ദേ വെയർ ആൾസോ എക്സ്പെർട്ട് ഇൻ വീവിങ്, പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ കൃഷിയായിരുന്നു എല്ലാ സംസ്കാരങ്ങളുടെയും പ്രധാനപ്പെട്ട ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. കൂടാതെ പോട്ടറി, സിൽക്ക് പ്രൊഡക്ഷൻ, വീവിങ് ഒക്കെ അവർ നടത്തിയിരുന്നു. ദേ വേഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചർ, കൂടാതെ ബ്രോൺസ് സ്കൾപ്ചർസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. Writing system. Chinese had a writing system since the ancient time. The pictographic script that used picture instead of letters. ലെറ്ററിന് പകരം പിക്ചർ ഉപയോഗിച്ചുള്ള പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റാണ് ഈ ചൈനീസുകാർ ഉപയോഗിച്ചിരുന്നത്. ഗ്രാജുവലി ദേ ഡെവലപ്ഡ് സിമ്പിൾസ് ടു യൂസ് ഇൻ പ്ലേസ് ഓഫ് പിക്ചർ. പിന്നെ ഗ്രാജുവലി എന്ത് ചെയ്തു, പിക്ചറിൻ്റെ സ്ഥലത്ത് അവർ സിമ്പിൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദ സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻ. ഇന്ന് അവർ മോഡിഫിക്കേഷൻ വരുത്തി ലെറ്റർ തന്നെയാണ് ഇന്നും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസോപ്പൊട്ടോമിയ, ഈജിപ്റ്റ് ആൻഡ് ചൈന. ഓരോ സിവിലൈസേഷനിലും നിലനിന്നിരുന്നിട്ടുള്ള സ്ക്രിപ്റ്റും അവൻ്റെ ഫീച്ചേഴ്സുമാണ്. ഇപ്പോൾ മെസോപ്പൊട്ടോമിയ സ്ക്രിപ്റ്റിന് നമ്മൾ എന്ത് പറയുന്നു? ക്യൂണിഫോം എന്നാണ് പറയുന്നത്. ദേ റോട്ട് ഇൻ ക്ലേ ടാബ്ലറ്റ്. അവർ ക്ലേ ടാബ്ലറ്റിലാണ് എഴുതി സൂക്ഷിച്ചിരുന്നത്. ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റാണ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റിനെ അറിയപ്പെടുന്നത്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. ചൈനയുടെ പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റാണ്. പിക്ചർ ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളെല്ലാവരും ക്ലാസ് കാണുക, ടീച്ചറിൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക.